ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്, ചെറുപയർ തോരൻ. അതെങ്ങനെ നമ്മുടേതായ രീതിയിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ 200 ഗ്രാം ചെറുപയർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലൊഴിച്ച് വേവിക്കാം. നമ്മുടെ ചെറുപയർ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പയർ വെന്തോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പയറിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്കും വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുന്നതായിരിക്കും. നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. വറ്റി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 4 വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, അല്പം കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി, അല്പം കൂടി വെള്ളം വറ്റുവാനുണ്ട്. ഈ ചെറിയ വെള്ളത്തിൽ നമ്മളിപ്പോൾ ഇട്ട ചേരുവകൾ നന്നായിട്ടൊന്ന് പയറിനോട് ചേർന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പയറിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് കുഴഞ്ഞു പോകാത്ത രീതിയിൽ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അല്പം തേങ്ങ ചിരണ്ടിയതൊന്ന് വെച്ച് നമുക്ക് ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്കിനി നമ്മുടെ പയറിലേക്ക് ആവശ്യമായ കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം. നമുക്കൊരു 5 വത്തലമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 ചെറിയുള്ളി അരിഞ്ഞത്, അതോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മുന്നേ നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ കുറച്ച് വെളുത്തുള്ളി ബാക്കിയുണ്ട്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം ചെറിയുള്ളി ചതച്ചതും കൂടെ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ചെറിയുള്ളി ഒക്കെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഇതോടൊപ്പം നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ചേരുവകളെല്ലാം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം കുറയ്ക്കാം. അതിനുശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചേരുവയിലേക്ക് നമുക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഓക്കെ, ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മുടെ വറുത്ത ചേരുവകൾ നമുക്ക് പയറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുപ്പ് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തേങ്ങ വറുത്തതിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായ രീതിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീടുകളിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ പയർതോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണിത്. തേങ്ങയൊക്കെ അല്പം വറുത്ത് ചേർക്കുന്നതോടുകൂടി നല്ല കൂടുതൽ രുചി വരുന്നതായിരിക്കും. ഒപ്പം വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീടുകളിൽ ഇത് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ പയർ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളിന്ന് പാകം ചെയ്ത ചെറുപയർ തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് വളരെ റെഗുലറായി നമ്മുടെ വീടുകളിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ്. തീർച്ചയായും നിങ്ങളിത് വീടുകളിൽ ഈ റെസിപ്പി ഉപയോഗിച്ചും തയ്യാറാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം. ബൈ.